ടി വി പ്രസാദ്, ധാർമ്മികതയായിരിക്കും ഇനിയിപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുക. നിയമപരമായി അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. കാര്യം പരാതിക്കാരിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പരാതിയില്ലെന്ന് മാത്രമല്ല, അത് അവരുടെ വീടിനുള്ളിൽ നടക്കുന്നൊരു സംഭവമായിട്ട് അവർ തന്നെ ചിത്രീകരിച്ചു. ഇപ്പോഴും ഗണേഷ് കുമാറിനോട് പ്രണയമാണ് എന്നാണ് ബിന്ദുമേനൻ പറയുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെ കേസെടുക്കാൻ പറ്റും? ഡൊമസ്റ്റിക് വയലൻസിന് കൂടുതൽ തെളിവുകളുമില്ല, അവർക്കത് അങ്ങനെ ഒരു പരാതിയുമില്ല. അത് പൊതുതാൽപര്യ ഹർജിയിൽ നിൽക്കുന്ന വിഷയവുമല്ല. അപ്പോൾ ധാർമ്മികത ഉയർത്തിയുള്ള ഒരു പ്രതിഷേധത്തിനായിരിക്കുമോ പ്രതിപക്ഷം ഇനി മുന്നോട്ട് പോവുക? ഇത് പത്തനാപുരം മണ്ഡലത്തിൽ ചർച്ചയായാൽ എങ്ങനെയാണ് അതിനെ CPM പ്രതിരോധിക്കുക? KV ഗണേഷ് കുമാർ പ്രതിരോധിക്കുക? കേരള കോൺഗ്രസ് B പ്രതിരോധിക്കുക? അരുൺ, ഇതിൽ ഗണേശ് മാപ്പ് പറഞ്ഞതോടുകൂടി അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു. രാജി ഇല്ല എങ്കിൽ പോലും പ്രതിപക്ഷത്തിലുള്ള പിടിവള്ളി എന്ന് പറയുന്നത് ഭാര്യയെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മന്ത്രിയായ ഭർത്താവ് ശ്രമിച്ചു എന്ന് പൊതുമധ്യത്തിലേക്ക് വന്ന കാര്യങ്ങളാണ്. അത് മന്ത്രിയുടെ ഭാര്യ തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. മാത്രവുമല്ല, പ്രതിപക്ഷത്തിന് പ്രധാനപ്പെട്ട കച്ചിത്തിരുമ്പായിട്ടുള്ളത് മന്ത്രിയുടെ ഭാര്യയായതുകൊണ്ട് മന്ത്രിയുടെ ഭാര്യയ്ക്ക് സംരക്ഷണം കിട്ടിയില്ല എന്നാണ് മന്ത്രിയുടെ ഭാര്യ പറഞ്ഞത്. അതായത് പോലീസ് വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്ന് പറയുന്നത് സംസ്ഥാനത്തെ മന്ത്രിയുടെ ഭാര്യയാണ്. അതാണ് പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തുന്നത്. 112ൽ വിളിച്ച് മന്ത്രി പറഞ്ഞതനുസരിച്ച് പോലീസ് അകത്തേക്ക് വന്നില്ല എന്നതിനർത്ഥം അത് മന്ത്രിയായതുകൊണ്ടാണ് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട പ്രശ്നമായി പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി രാജിവെച്ചാലും രാജിവെച്ചില്ലെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതിന്റെ ഭാഗമായി തന്നെ ഇന്നും പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഇന്നലെ ഈ മാപ്പ് പറച്ചിലും എല്ലാം കഴിഞ്ഞ് കോംപ്രമൈസ് ആയതിനു ശേഷവും യൂത്ത് കോൺഗ്രസും മറ്റേ നമ്മുടെ കോൺഗ്രസുകാരൊന്നും പുറകോട്ട് പോയിട്ടില്ല. അവർ പ്രതിഷേധം നടത്തുകയായിരുന്നു. അത് തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. താങ്ക് യു ടി വി പ്രസാദ്.